നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ചില വ്യക്തികൾ ഒരു സദസ്സിലേക്കോ ഒരു മുറിയിലേക്കോ കടന്നു വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് പോകും. ഒരു പ്രത്യേക ആകർഷണം അവരുടെ സംസാരത്തിലും നടത്തത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് അവരുടെ ഓറ കൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം, ഓറ എന്നത് ഒരു മാജിക് അല്ല, ജന്മനാ കിട്ടുന്ന കഴിവുമല്ല. അത് ചില ബിഹേവിയറുകളുടെയും മൈൻഡ് സെറ്റിൻ്റെയും ബോഡി ലാംഗ്വേജിൻ്റെയും കോൺഫിഡൻസിൻ്റെയും കൂടിച്ചേരലാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ശക്തമായൊരു ഓറ ഉണ്ടാക്കിയെടുക്കാം. സൈക്കോളജി പറയുന്നത് നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങൾ നടക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ, ഇവയെല്ലാം നന്നായി വരുമ്പോഴാണ് നിങ്ങളിൽ ശക്തമായ ഒരു ഓറ ക്രിയേറ്റ് ആവുന്നത്. ഇന്നു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ശക്തമായ ഓറ നിങ്ങൾക്ക് സ്വയം സൃഷ്ടിക്കാമെന്നതാണ്. സൈക്കോളജി അടിസ്ഥാനമാക്കിയുള്ള പവർഫുൾ സീക്രട്ടാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്കും ഒരു സ്റ്റാർ ആകാം. സോ ലെറ്റ്സ് ബിഗിൻ. വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ തോട്ട്സ്. ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് കാം പീപ്പിൾ ഫീൽ പവർഫുൾ. ഏറ്റവും ശക്തമായ ഓറ ഉള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ അധികം സംസാരിക്കുന്നവരായിരിക്കില്ല, അവർ എപ്പോഴും കാം ആയിരിക്കും. സൈക്കോളജിയിൽ ഇത് ഇമോഷണൽ റെഗുലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ചില പ്രത്യേക ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻസ് ചില വ്യക്തികൾ വളരെ ശാന്തമായി ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായി സ്ട്രോങ് പേഴ്സണായി കാണും. കാരണം കാം എന്നത് വീക്ക്നെസ് അല്ല, സെൽഫ് കൺട്രോൾ ആണ്. പവർ ഈസ് നോട്ട് ലൗഡ്, റിയൽ പവർ ഈസ് കാം, കൺട്രോൾഡ് ആൻഡ് അൺഷേക്കബിൾ. രണ്ടാമതായി ഐ കോണ്ടാക്ട്. ഒരു വ്യക്തിയുടെ കണ്ണുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരാളുടെ കോൺഫിഡൻസ് അറിയണമെങ്കിൽ അയാളുടെ കണ്ണിലേക്ക് നോക്കൂ. ഹെൽത്തി ഐ കോണ്ടാക്ട് ട്രസ്റ്റും അട്രാക്ഷനും വർദ്ധിപ്പിക്കുന്നു. ഒരാളോട് സംസാരിക്കുമ്പോൾ 3 മുതൽ 5 സെക്കൻഡ് വരെ നാച്ചുറൽ ഐ കോണ്ടാക്ട്, പിന്നീട് ചെറിയ ബ്രേക്ക്. ഇതാണ് ബെസ്റ്റ്. നിങ്ങളുടെ സംസാരത്തിലെ കോൺഫിഡൻസ് നിങ്ങളുടെ കണ്ണുകളിലൂടെ മറ്റുള്ളവർ ഫീൽ ചെയ്യും. കോൺഫിഡൻ്റ് ഐ ക്രിയേറ്റ് അൺഫോർഗറ്റബിൾ ഇംപ്രഷൻസ്. മൂന്നാമതായി ബോഡി ലാംഗ്വേജ്. ഒരു നല്ല കമ്മ്യൂണിക്കേഷനിൽ ബോഡി ലാംഗ്വേജ് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. എപ്പോഴും നിവർന്നു നിൽക്കുക, ഷോൾഡേഴ്സ് തുറന്നു വയ്ക്കുക, ഫേസ് റിലാക്സ് ആക്കുക, അമിതമായ കൈചലനങ്ങൾ ഒഴിവാക്കുക. പവർഫുൾ ഓറ ആദ്യം നമ്മുടെ ശരീരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. യുവർ ബോഡി ഇൻട്രൊഡ്യൂസ് യു ബിഫോർ യു ഈവൻ സ്പീക്ക്. നാലാമതായി ബിക്കം ഇമോഷണലി സ്റ്റേബിൾ. ഓരോ മണിക്കൂറിലും മൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ബ്രെയിൻ അൺപ്രഡിക്റ്റബിൾ ആയി കാണും. പക്ഷേ ഇമോഷണലി സ്റ്റേബിളായ ആളുകളെ സേഫ് പേഴ്സണായി തോന്നും. ആളുകൾ കൂടുതലും ഇങ്ങനെയുള്ളവരോട് സൗഹൃദം സ്ഥാപിക്കാനും അവരുടെ കൂടെ ആയിരിക്കാനും ഇഷ്ടപ്പെടും. കൺട്രോൾ യുവർ ഇമോഷൻസ് ഓർ യുവർ ഇമോഷൻസ് വിൽ കൺട്രോൾ യു. അഞ്ചാമതായി ഇംപ്രൂവ് യുവർ സെൽഫ് ഡെയിലി. ഓറ എന്നത് പുറത്തു കാണിക്കുന്ന ആക്ടിംഗ് അല്ല, ഒരാളുടെ ഉള്ളിൽ നടക്കുന്ന ഗ്രോത്ത് ആണ്. ഡെയിലി 1% എങ്കിലും ഇംപ്രൂവ് ആകാൻ ശ്രമിക്കുക. നല്ല ബുക്സ് വായിക്കുക, പുതിയൊരു സ്കിൽ പഠിക്കുക, നോളേജ് കൂട്ടുക, നിങ്ങളുടെ ഫിറ്റ്നസ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ ഓറയും വളരും. അതുകൊണ്ട് ഓറ എന്നത് മുഖസൗന്ദര്യമല്ല, വില കൂടിയ ഡ്രസ്സും പെർഫ്യൂമുമല്ല. നിങ്ങളുടെ സംസാരം, ചിന്ത, ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻസ്, ഇമോഷണൽ കൺട്രോൾ, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളിൽ ഒരു പവർഫുൾ ഓറ ഉണ്ടാകുന്നത്. ഇന്നീ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം പോലും സ്ഥിരമായി പ്രാക്ടീസ് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. കൂടാതെ സൈക്കോളജി അടിസ്ഥാനമാക്കിയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.